നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് ലഹരിക്ക് തടയിടാൻ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. ഈ മാസം 4 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ്. ലഹരി ഉപയോഗവും കടന്നുവരും കുറ്റകൃത്യങ്ങളും തടയൽ ലക്ഷ്യം. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് നീക്കം. വനംവകുപ്പ് സമാന്തര സർക്കാരായി ഇടുക്കിയിൽ മാറുന്നെന്ന ആരോപണം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിൽ ഇറക്കിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് വീണ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ വ്യക്തമാക്കി. വിശദമായ വാർത്തകളിലേക്ക്. ഓണക്കാലത്ത് ജില്ലയിലേക്ക് മദ്യവും മയക്കുമരുന്നും കടന്നുവരുന്നതിന് തടയിടുന്നതിനായി എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുകയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ലക്ഷ്യമാണ്. ഈ മാസം 4 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിക്കും. 4 മുതൽ സെപ്റ്റംബർ 1 വരെയായിരിക്കും കൺട്രോൾ റൂം പ്രവർത്തിക്കുക. വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം. ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയമിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ 24 മണിക്കൂറും ഇടതടവില്ലാത്ത പരിശോധനകളും ജില്ലയിലാകെ നടക്കും. പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ, അന്തർ സംസ്ഥാന പാതകൾ, സമാന്തര പാതകൾ തുടങ്ങിയ ഇടങ്ങളിൽ മിന്നൽ പരിശോധനകളും നടത്തും. ഇതോടൊപ്പം കേരള, തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയും അതിർത്തി മേഖലകളിലും നടക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ കൂടുതലായി കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിനാൽ തന്നെ എല്ലാ സമയത്തും പരിശോധന നടത്തി വരുന്നുണ്ട്. കൂടാതെ ജില്ലയുടെ 2 ഭാഗങ്ങളിലെ ഓഫീസുകളിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമുകളുണ്ട്. എല്ലാ ദിവസവും 24 മണിക്കൂറും അതിൻ്റെ സേവനം ഉണ്ട്. ഓണം കഴിയുന്നതുവരെ ഇടതടവില്ലാത്ത പരിശോധനകൾ നടത്തുവാനാണ് എക്സൈസിന്റെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്. ഹൈറേഞ്ചിലെ ചില ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് അതിഥി തൊഴിലാളികൾക്ക് വില കുറഞ്ഞ മദ്യം കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതായി പരാതി. ആവശ്യക്കാർ ഏറെയുള്ള ജവാൻ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കാണ് അമിത വില ഈടാക്കി വിൽക്കുന്നതെന്നാണ് പരാതി. സംഭവത്തിൽ എക്സൈസ് വിജിലൻസിന് പരാതി നൽകി. തോട്ടം മേഖലയിലെ ഔട്ട്ലെറ്റുകളിലാണ് അമിത വില ഈടാക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. മദ്യം വാങ്ങാൻ അതിഥി തൊഴിലാളികൾ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അമിത വില ഈടാക്കുന്നത്. ബില്ല് നൽകാതെ ചില ജീവനക്കാർ കബളിപ്പിക്കുന്നുമുണ്ട്. ഇതുമൂലം കൂടുതൽ അതിഥി തൊഴിലാളികളും മദ്യം വാങ്ങാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഏൽപ്പിക്കുകയാണ്. ഈ സംഭവത്തിൽ എക്സൈസ് വിജിലൻസിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മദ്യത്തിന് വില കൂട്ടി വാങ്ങി തങ്ങളെ കബളിപ്പിക്കുന്നവരെ തെളിവ് സഹിതം പിടികൂടണമെന്നാവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികളുടെ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശവും പ്രചരിക്കുന്നുണ്ട്. വില കുറഞ്ഞ മദ്യം അനധികൃത മദ്യവിൽപ്പന സംഘങ്ങൾക്ക് മൊത്ത വിൽപ്പന നടത്തുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഖജനാപ്പാറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 25 ലിറ്റർ മദ്യവുമായി ഒരാളെ എക്സൈസ് പിടികൂടിയിരുന്നു. പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ സഹോദരനായ പ്രതിയുടെ വീടിന് സമീപത്തു നിന്ന് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 25 കുപ്പി ജവാൻ മദ്യമാണ് പിടികൂടിയത്. 630 രൂപയ്ക്ക് സമീപത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്ന മദ്യം 750 രൂപയ്ക്കാണ് പുറത്തു വിൽക്കുന്നതെന്ന് പ്രതി എക്സൈസിന് മൊഴിയും നൽകിയിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുക മാത്രമല്ല, വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും ഇടുക്കിയെ ആകെ ബാധിക്കുന്ന തരത്തിൽ കോടതി വ്യവഹാരങ്ങളിലേക്കും എത്തിക്കുകയാണ്. വനം വകുപ്പ് സമാന്തര സർക്കാരായി ഇടുക്കിയിൽ മാറുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത്. വനം വകുപ്പിനെതിരെ ഉയർന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതിഷേധമാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടത്. 1934 തിരുവിതാംകൂർ മഹാറാണി സേതു ലക്ഷ്മിഭായി ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത്. 1932 100 അടി വീതിയിലുള്ള റോഡ് മലയാറ്റൂർ റിസർവിൽ നിന്ന് മാറ്റി നിർത്തി ഉത്തരവിറക്കി.
ഇതിന്റെയും ചരിത്രരേഖകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ കോടതിയിലേക്കെത്തി. ഹർജിക്കാരൻ വനമെന്ന വാദമുന്നയിച്ച റവന്യൂ, വനം, PWD എന്നീ വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി കോടതിയിലെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ അഫിഡവിറ്റ് നൽകി. ഇതാകട്ടെ ഹർജിക്കാരന് അനുകൂലമായ കോടതി ഉത്തരവിനും വഴിയൊരുക്കി. ഇതുമാത്രമല്ല, മാങ്കുളം ജനതയെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കം. മാങ്കുളത്തു മാത്രമല്ല, ചിന്നക്കനാലിലും സമാനമായ രീതിയിൽ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നു. ടൂറിസം വികസനങ്ങൾക്കും വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ്. മൂന്നാറിലേക്ക് ആരംഭിക്കാനിരുന്ന ഹെലികോപ്റ്റർ സർവീസ്, സീപ്ലെയിൻ പദ്ധതി, ആനയിറങ്ങൽ ടൂറിസം പദ്ധതി, ഇടുക്കി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം ഇടുക്കിക്ക് തിരിച്ചടിയായി മാറി. ദേശീയപാത വിഷയവും CHR വിഷയവും കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചതും വനംവകുപ്പിന്റെയും ചില പരിസ്ഥിതി സംഘടനകളുടെയും കൂട്ടുകെട്ടിന്റെ ഫലമാണ്. ജനങ്ങൾക്ക് ദോഷകരമായി നിന്ന് പ്രവർത്തിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഒരു ഇടപെടൽ നടത്താതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇടുക്കിയെ പൂർണ്ണമായി കുടിയൊഴിപ്പിക്കുക എന്ന ലക്ഷ്യമാണെന്ന ആരോപണവും കാലങ്ങളായി നിലനിൽക്കുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാവുകയാണ്. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മഴക്കാലം ആരംഭിച്ചു വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറുവാൻ തയ്യാറായിട്ടില്ല. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. നിലവിൽ കാട്ടാന കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത്. ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതേസമയം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പതിവായി എസ്റ്റേറ്റ് മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മുമ്പ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെ എത്തി തീറ്റ തേടിയിരുന്നത്. ആനയുടെ ഈ പ്രവണതയ്ക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്ന് ആരോപിച്ചും മാലിന്യ പരിപാലന പദ്ധതിയിലടക്കം LDF ഭരണസമിതി അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ചും മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്കാരും ഭരണക്കാരും ആക്രിവിലേക്ക് മറിച്ചു വിറ്റ് കട്ടുമുടിച്ചതറിഞ്ഞില്ലേ മാലിന്യത്തിൽ പ്ലാറ്റിൽ വച്ച. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും പദ്ധതി നടത്തിപ്പുകളിൽ അഴിമതിയെന്നും ആരോപിച്ചായിരുന്നു മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണയും നടന്നു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. തിരിച്ചു കൊടുക്കുന്നവർ നമ്മളങ്ങനെ കായംകുളം കൊച്ചുണ്ണിയെ നമ്മൾ കള്ളനല്ല എന്ന് പറയൂല, പക്ഷെ അയാൾ നല്ല കള്ളനാണെന്നേ പറയൂ. അയാൾ നല്ല കള്ളനായത് നാട്ടിലേതെങ്കിലും പാവപ്പെട്ടവന്റെ വീതം കൊള്ളയടിച്ചു പോയതുകൊണ്ടല്ല. വലിയ ജന്മിമാരുടെ ഭണ്ഡാരങ്ങളിൽ അടിച്ചു കൂട്ടിയിരുന്ന നിലവറകളിൽ കൂട്ടിയിട്ടിരുന്ന വെള്ളിയും സ്വർണവും ഒക്കെ കട്ടെടുത്ത് കൊണ്ടുപോയി നാട്ടിലെ പാവപ്പെട്ടവന് വിതരണം ചെയ്ത് അതിൽ ആത്മസുഖം കണ്ടെത്തിക്കൊണ്ടിരുന്ന കായംകുളം കൊച്ചുണ്ണി നല്ല കള്ളനാണെന്ന് പറയുന്ന പോലെ വെള്ളത്തുവലിലെ സഖാക്കന്മാരെ കുറിച്ച് ആ അർത്ഥത്തിൽ നല്ല കള്ളനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവന്മാര് നല്ല കള്ളന്മാരാണ് എന്ന് പറയാൻ കേരളത്തിലെ വെള്ളത്തുവൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. മാലിന്യ പരിപാലന പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അഴിമതി നടന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിനായി കഴിഞ്ഞ 9.5 വർഷക്കാലമായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി.
മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു. ലീഗ് താലൂക്ക് പ്രസിഡന്റ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രവർത്തക സമിതി അംഗം അനീഫ അറക്കൽ, റസാഖ് വെട്ടിക്കാട്ട്, അമാൻ പള്ളിക്കര, TM സിദ്ദിഖ, KA യൂനിസ്, അനസ് കോയാൻ, ഷെഫീഖ് പനക്കൽ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി ലീഗ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ റോഡിലേക്ക് നിരങ്ങിയെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. മുമ്പ് ഇവിടെ നിന്ന് ഇടിഞ്ഞ മണ്ണ് കോരി നീക്കം ചെയ്തിരുന്നുവെന്നും ശേഷിക്കുന്ന മണ്ണ് വീണ്ടും നിരങ്ങി റോഡിന് മധ്യഭാഗത്തോളം എത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സബ് കളക്ടർ പറഞ്ഞു. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞ മണ്ണ് റോഡരികിൽ കൂടിക്കിടന്നിരുന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. എന്നാൽ മണ്ണ് റോഡിൽ ഇടിഞ്ഞു കിടക്കുന്നത് പ്രദേശത്ത് അപകട സാധ്യത ഉയർത്തുന്നുവെന്ന ആശങ്ക റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. ഇടിഞ്ഞ മണ്ണ് പൂർണ്ണമായി നീക്കി റോഡരികിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് കൂടുതലായി നിരങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തി. ഈ സാഹചര്യത്തിലാണ് റോഡിലേക്ക് നിരങ്ങിയെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ അറിയിച്ചത്. മണ്ണ് നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി NHAക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ മണ്ണ് നീക്കം ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു സ്ലോയിൽ സ്ലംപ് എന്ന രീതിയിലാണ് ജിയോളജിസ്റ്റ് അന്ന് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞത്. ഇപ്പോൾ റോഡിൻ്റെ പകുതിയോളം മണ്ണ് വന്ന് കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉടനടി നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. മണ്ണു നീക്കുന്നതും സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് മുമ്പ് പരിശോധന നടത്തുകയും മണ്ണു നീക്കേണ്ടത് സംബന്ധിച്ച കണക്കെടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു. കുറച്ചു മണ്ണു നീക്കുകയും ചെയ്തു. എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കാര്യങ്ങൾ പഴയപടിയായി. സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിന് രൂപം നൽകുമെന്ന പ്രദേശവാസികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പശുപ്പാറ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉപ്പുതറ പശുപ്പാറ കാറ്റാടിക്കവല റോഡിന്റെ എസ്റ്റിമേറ്റ് എടുത്തു. റോഡ് നിർമ്മാണത്തിനായി 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 25 വർഷത്തിലേറെയായി പശുപ്പാറ നിവാസികൾ യാത്രാ ദുരിതത്തിലാണ്. നിരവധി നിവേദനങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ 2020 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മുൻ MLA ES ബിജിമോൾ 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം നടത്താനായില്ല. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി കഴിഞ്ഞ റീബിൽഡ് കേരളയിലെ 32 പദ്ധതികളിൽ പശുപ്പാറ റോഡും സ്ഥാനം പിടിച്ചു. നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് പശുപ്പാറ റോഡിന് മാത്രം സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു. 8 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് നടക്കാത്ത സാഹചര്യത്തിൽ 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ എസ്റ്റിമേറ്റ് എടുത്തു. നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ജോൺ പറഞ്ഞു. കേരള പദ്ധതിപ്പെടുത്തി കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അനുവദിച്ചതാണ് ഗവൺമെൻറ് 3 കോടി രൂപ. സാങ്കേതിക പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങളാലും സമയബന്ധിതമായി ആ പണിയുടെ AS നഷ്ടപ്പെടുകയും ചെയ്തു. 3 വർഷത്തേക്കാണ് AS കിട്ടുന്നത്. നിരന്തരമായ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി ഗവൺമെൻറ് നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി വീണ്ടും 3 കോടി രൂപ അനുവദിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പദ്ധതി മാറിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MT മനോജ, P നിക്സൺ, ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ ജോസ് എന്നിവർ ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തിയിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല.
അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ തകർന്ന മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും MG നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഭാഗം താൽക്കാലിക സംവിധാനമൊരുക്കി യാത്രായോഗ്യമാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയാണ് താൽക്കാലികമായി യാത്രയ്ക്ക് മാർഗമൊരുങ്ങിയത്. ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും MG നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത്. ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി. പ്രദേശത്തെ 20-ലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത്. 2018 പ്രളയത്തിലാണ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത്. പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാനമായ രീതിയിൽ സംവിധാനമൊരുക്കി. ഈ യാത്രാമാർഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്നത്. മഴ കുറഞ്ഞതോടെ പഞ്ചായത്തിന്റെ ഇടപെടലിൽ വീണ്ടും സമാനമായ രീതിയിൽ പ്രദേശത്ത് യാത്രാമാർഗമൊരുക്കി. ഇവിടെ ഉള്ള ഒരു 10-30ഓളം കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതെ ഞങ്ങൾ മെമ്പറെ മറ്റു നേതാക്കന്മാരെ അറിയിച്ചു. ഏതായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് മെമ്പർ വന്ന് ഇതിന് പാലം ഇട്ട് തന്നു. വളരെ നന്ദിയുണ്ട്. ഇനിയും ബാക്കിയുള്ള നടപടികൾ റെഡിയാക്കി തരാമെന്ന് MLA പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞു. അതൊക്കെ ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. இப்போ தற்காலிகமாகிட்டு பஞ்சாயத்தின் பாகத்தில் இருந்துட்டு இந்த நடபாதை இப்போ தற்காலிகமாக அது போட்டு கொடுத்துருக்குது. இன்னும் அடுத்ததாக இதனுடைய சம்ரட்சண ഭിത്തി கட்டுறதுக்கு வேண்டி நல்ல ஒரு தொகை வேணும். அப்போ அதனால் இங்குள்ள MLA வந்து பார்த்துட்டு போயிருக்காரு. அவருடைய ഫണ്ടിലും നമ്മൾ കേട്ടിരിക്കും. അതേപോലെ ജില്ലാ പഞ്ചായത്തുക്ക് നമ്മൾ അറിയിച്ചിരിക്കും. കുടുംബങ്ങൾക്ക് നടന്നു പോകുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സുരക്ഷയും ഒപ്പം ഉറപ്പുള്ള നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗവും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. അഴിച്ചുവിട്ടിരിക്കുന്ന കന്നുകാലി യാത്രക്കാർക്ക് പ്രതിസന്ധിയാകുന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരം കന്നുകാലികൾ അലഞ്ഞുതിരിയുന്നത്. ദേശീയപാതയിലടക്കം വാഹന കാൽനട യാത്രികർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ 62-ാം മൈൽ മുതൽ ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായി 1 പൗണ്ട് നിർമ്മിക്കുമെന്നും പിടിച്ചുകെട്ടുന്ന കന്നുകാലികളുടെ ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് സർവകക്ഷി യോഗ തീരുമാനവും കടലാസിൽ അവശേഷിക്കുകയാണ്. 20ഓളം വരുന്ന കന്നുകാലി കൂട്ടങ്ങളാണ് വാഹന കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും പാതയോര നിവാസികൾക്കും നിരന്തര ശല്യമായി മാറിയിരിക്കുന്നത്. വാളാടി മുതൽ നമ്മുടെ പോളിടെക്നിക്ക് 62-ാം മൈൽ ഭാഗം വരെ ചില വ്യക്തികൾ ഈ എസ്റ്റേറ്റിനകത്തുള്ള വാളാടി എസ്റ്റേറ്റിലെ ചില വ്യക്തികളുടെ പശുക്കളാണ്. അവരെ അഴിച്ചുവിടുകയും അത് പലപ്പോഴായിട്ട് പല അപകടങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റുള്ള വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാകും. ഈ സ്കൂൾ കുട്ടികൾക്കും ഭയന്ന് ഓടുന്ന ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് നടപടി ഒന്നീ താൽക്കാലിക പഞ്ചായത്ത് വകയായിട്ടും മറ്റുള്ള അധികാരികളും ഇതിനായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. ദേശീയപാതയിലെ കന്നുകാലി ശല്യത്തെക്കുറിച്ച് നിരന്തര മാധ്യമ വാർത്തകൾ വന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. ദേശീയപാതയിലെ വാഹന കാൽനട യാത്രക്കാർക്ക് ജീവന ഭീഷണിയായി മാറുന്ന തരത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കന്നുകാലി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിലേക്കായുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ.
മഴ മാറിയിട്ടും പാമ്പാടുംപാറ വലിയ തോവാള റോഡിൽ സഞ്ചരിക്കണമെങ്കിൽ ചെളിവെള്ളം ചാടിക്കടക്കണം. പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് BJP പ്രാദേശിക നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതാണ് റോഡിന്റെ അവസ്ഥ. 1 വർഷം മുമ്പ് ടാർ ചെയ്ത റോഡാണിത്. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തു വന്നിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നു. ഇതിനിടയിൽ റോഡ് PWDയും ഏറ്റെടുത്തു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ പഞ്ചായത്ത് അധികൃതരെ സമീപിക്കുമ്പോൾ PWD റോഡായതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് മറുപടി. PWD അധികൃതർ വ്യക്തമാക്കുന്നത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ പണികൾ ആരംഭിക്കുമെന്നാണ്. എന്താണെങ്കിലും റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുരിതപൂർണമായ അവസ്ഥയിലാണിപ്പോൾ. പണി പൂർത്തീകരിച്ച് ഏകദേശം 1 മാസത്തിനുള്ളിൽ ഈ റോഡ് പൊളിയും. നാട്ടുകാരുടെ നിരവധി പരാതികൾ കൊണ്ട് അന്ന് നാട്ടുകാർ പരാതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വരികയും ഈ റോഡ് ഓൾറെഡി പൊളിയുകയും അതിൻ്റെ മണ്ടയിൽ ചുമ്മാ മിറ്റിലിട്ടിട്ട് ചുമ്മാ ടാറ് ഒഴിച്ച് പോവുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഈ റോഡ് PWD ഏറ്റെടുക്കുകയും ഞങ്ങൾ ഈ അനാസ്ഥ പഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ വെറും പുച്ഛത്തോടു കൂടി ഞങ്ങളോട് പറയുകയും ഈ റോഡിന്റെ പണി നല്ല രീതിയിൽ പണിതാണെന്ന് പറയുകയും ഞങ്ങളോട് ആക്ഷേപിച്ചുകൂടിയാണ് ചെയ്തത്. അതായത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ പാമ്പാടുംപാറ മന്നാക്കുടി റോഡ്, പാമ്പാടുംപാറ പേച്ചിസി റോഡ്, പിന്നെ പാമ്പാടുംപാറ കുരിശുമല റോഡ്, പാമ്പാടുംപാറ പത്തിനിപ്പാറ റോഡ്, ഇങ്ങനെ നിരവധി റോഡുകൾ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി കിടക്കുകയാണ്. ഇതുവഴി സ്കൂൾ വണ്ടികൾ അടക്കം നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇത് നിരവധി തവണ പഞ്ചായത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോഴും അവർ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്ന BJP നേതാക്കളായ KP പ്രസാദ്, സജി വട്ടപ്പാറ, സാലു ആലുവപ്പിള്ളി, ചന്ദ്രൻ പനക്കൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കി ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം നാളെ മൂന്നാറിൽ നടക്കും. 3ാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റ് നടത്തിപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു. അയൽ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം മൂന്നാറിൽ നടത്തുന്നത്. പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ 3ാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റ് നടത്തുന്നതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. MM മണി MLA മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ A രാജ MLA, മൂന്നാർ DYSP അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മുൻ മന്ത്രിയുമായ MM മണി നമ്മളുടെ റെയിൻ 40 തേർഡ് എഡിഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സമ്മാനദാനങ്ങളും നമ്മൾ ഈഴത്തിൻ്റെ അഡ്വക്കേറ്റ് A രാജ നിർവഹിക്കും. വ്യക്തിഗത മത്സര ചാമ്പ്യന്മാർക്കുള്ള ഉപകാരം മൂന്നാർ DYSP നൽകുന്നതാണ്. ആ സമയത്ത് മുൻ MLA ശ്രീ AK മണി, CPIയുടെ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. 6 പേരടങ്ങുന്ന ഒരു ടീമിന് 5 പെനാൽറ്റി കിക്കുകളാണ് ഉണ്ടാകുന്നത്. നോക്കൌട്ട് രീതിയിലാണ് മത്സരങ്ങൾ നടക്കുക. 1, 2, 3, 4 സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 30,000, 20,000, 10,000, 5,000 രൂപ വീതവും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും സമ്മാനിക്കുമെന്ന് ഗ്രീൻ മൂന്നാർ പ്രസിഡന്റ് KA മജീദ, സെക്രട്ടറി G സോജൻ, ട്രഷറർ ബിജു മാത്യു, റെയിൻ 14 ഷൂട്ടൌട്ട് മത്സര ചെയർമാൻ KK വിജയൻ, കൺവീനർ ലിജി ഐസക് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലത്ത് ലഹരിക്ക് തടയിടാൻ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. ഈ മാസം 4 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ്. ലഹരി ഉപയോഗവും കടന്നുവരും കുറ്റകൃത്യങ്ങളും തടയൽ ലക്ഷ്യം. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് നീക്കം. വനം വകുപ്പ് സമാന്തര സർക്കാരായി ഇടുക്കിയിൽ മാറുന്നെന്ന ആരോപണം.
മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിൽ ഇറക്കിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് വീണ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.